പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. ഇത് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം. ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഇതേമാതിരി ഇങ്ങനെ സിമൻറ്റ് വെച്ച് തേച്ച മാതിരി ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കമ്പി നിൽക്കുന്ന കാണാം. അതേമാതിരി തന്നെ പൈപ്പുകൾ ചെറുതായിട്ട് കാണാം. പക്ഷേ ഇതെങ്ങനെയാണ് എന്ന് എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിഞ്ഞോളണമെന്നില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ കയറ്റമുള്ള റോഡുകൾ താഴ്ത്തുകയാണ് കേട്ടോ. താഴ്ത്തിയിട്ട് റോഡ് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് കയറ്റങ്ങൾ താഴ്ത്തുകയാണ്. അപ്പോൾ താഴ്ത്തുമ്പോൾ രണ്ട് സൈഡ് നമുക്ക് അറിയാം, സ്വാഭാവികമായിട്ട് ഇടിഞ്ഞ് ചാടും, മണ്ണാണ്. അപ്പോൾ ആ മണ്ണിനെ എങ്ങനെ ഇടിയാണ്ട് നിർത്താം? നമുക്കൊക്കെ അറിയാതെ ഒരു പക്ഷേ വല്ല മതിൽ കെട്ടുക, അതല്ലെങ്കിൽ സേഫ്റ്റി മതിൽ, പല വിധത്തിൽ കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെ പല വിധത്തിലാണ് അത് നിർത്താൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും അല്ലാത്തൊരു ട്രിക്കിലൂടെയാണ് നമ്മുടെ ഈ റോഡ് സൈഡിൽ ഈ ചെയ്തു വെച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് കരുതുന്നു. ഇഷ്ടമായ ആളുകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടത്തെ സൈഡിൽ നോക്കിയാൽ അറിയാം, വെറുതെ മണ്ണാണ്. റോഡ് താഴ്ത്തിയിട്ട് ഇപ്പോൾ ഈ വലത്തെ സൈഡിൽ മാത്രമാണ് ടാർ ചെയ്തിട്ടുള്ളൂ, മറ്റേ ഭാഗം മണ്ണാണ്. അപ്പോൾ ഇത് 4, 5, 6 മീറ്റർ, 8 മീറ്റർ, 10 മീറ്റർ വരെയൊക്കെ താഴ്ത്തിയ സ്ഥലങ്ങളുണ്ട്. എത്രത്തോളം കുന്നുംപുറാണോ അതിനനുസരിച്ച് റോഡ് നിരപ്പാവാൻ വേണ്ടിയിട്ട് താഴ്ത്തുന്നതാണ്. ഈ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കറിയാം സൈഡ് കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ ട്രിക്കിലൂടെയാണ് ഇത് പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ താഴ്ത്തിയ സ്ഥലത്ത് ആദ്യമായിട്ട് ആ സൈഡുകളിൽ ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഡ്രില്ല് മെഷീനാണിത്. അതായത് ഒരു 6 മീറ്ററോളം നീളമുള്ള ഒരു ഡ്രില്ലാണ്. ആ ഡ്രില്ല് കംപ്ലീറ്റ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു ഹോൾ മാതിരിയാവും. അത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ വർക്ക്. അങ്ങനെ ഒരു 1.5 മീറ്റർ ദൂരത്തിൽ, ഏകദേശം 1.5 മീറ്റർ ദൂരം, അതായത് നീളവും അതുപോലെ തന്നെ താഴേക്കും ഒരു 1.5 മീറ്റർ ദൂരത്തിൽ ഇതേമാതിരി ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തതിൻ്റെ പ്രക്രിയ കേട്ടോ. അതാണ് ഈ കാണുന്നത്. നമ്മുടെ കുഴൽക്കിണറൊക്കെ അടിക്കുന്ന മെഷീൻ്റെ മാതിരിയൊക്കെ ഉള്ളൊരു മെഷീനാണ്. അത് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഹോളുകൾ ഏകദേശം ഒരു 1.5 മീറ്റർ ദൂരം ഉണ്ടാവും. ഞാൻ അളന്നിട്ടൊന്നുമല്ല, എനിക്ക് കണ്ട ഇതിൽ ഞാൻ ഒരു പറയാണ്, ഒരു 1.5 മീറ്ററോളം ദൂരം ഉണ്ടാവും. അകലങ്ങളിലാണ് ഈ ഹോളുകൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഹോളുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ സൈഡുകളിൽ വെറുതെ ഒരു സിമൻറ്റ്, അതുമാതിരി തന്നെ ചെറിയ മെറ്റൽ കൂടിയുള്ളൊരു മിശ്രിതമുണ്ട്. ആ മിശ്രിതം ഒരു മെഷീനിൽ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് അടിച്ച് പിടിപ്പിക്കുക എന്നുള്ള, അതാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഈ നെറ്റാണ് ഈ മണ്ണിനെ തടഞ്ഞു നിർത്തുന്നത്. മണ്ണ് ഉതിർന്ന് ചാടുന്നത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ്. അതിനുശേഷം ഇതേമാതിരി 1 ഇഞ്ച് വാർപ്പിൻ്റെ കമ്പിയിൽ ഇതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു 2 സാധനം ഘടിപ്പിക്കുക എന്നുള്ള കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. സാധനം ഇതാ കണ്ടോ. ഇനി വേറെ അത് എടുത്ത് കാണിച്ചു തരാം. ആ 2 സാധനത്തിൽ സിമൻറ്റ് പിടിച്ചാൽ പിന്നെ പുറത്തേക്ക് പോരില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് കേട്ടോ. ഇതാണ് നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കേട്ടോ. ആ 1 ഇഞ്ച് കമ്പിയിൽ കയറ്റി വിടുന്ന സാധനമാണിത്. ഇത് നമ്മൾ ഈ വയറിങ്ങൊക്കെ ഉപയോഗിക്കില്ലേ, ഗ്രിപ്പ്, അതായത് ചുമരിനകത്ത് സ്ക്രൂ കയറി കഴിഞ്ഞാൽ അവിടെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലുള്ളൊരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഒരു കമ്പിയുടെ മുകളിൽ 2 എണ്ണം ഇടുന്നുണ്ട്. അത് ദൂരത്തിനനുസരിച്ച് ചിലത് ഇതുണ്ടോ. ഇതിപ്പോൾ ഒരു 6 മീറ്ററോളം ദൂരമുള്ള ഹോളാണ്. അപ്പോൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഈ 6 മീറ്റർ ഹോളിന് വേണ്ടിയിട്ട് ഉള്ളിടത്ത് 2 എണ്ണം, ചില സ്ഥലത്ത് 3 എണ്ണം ഇടും കേട്ടോ. ആ സാധനം അത് സിമൻറ്റ് ചെന്ന ഗ്രിപ്പിന് വേണ്ടി. അതിനുശേഷം നമ്മൾ ആ ഗ്രിപ്പിട്ട കമ്പിയിൽ നമ്മൾ നേരത്തെ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കി ആ ഹോളിലേക്ക്
തള്ളി വിടുകയാണ് കേട്ടോ. തള്ളി വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരു 6 ഇഞ്ച് ഒക്കെ വട്ടം ഉള്ള 8 ഇഞ്ചൊക്കെ വട്ടമുള്ള ഒരു ഹോളായിരിക്കും. അതിലേക്ക് ആ ഗ്രിപ്പിട്ട കമ്പീനെ തള്ളി വിടുക. ഇതിൻ്റെ തലക്ക്, ഈ കമ്പിയുടെ തലക്ക് ഒരു പിരി കൂടി ഉണ്ട് കേട്ടോ. അതിന് അടുത്ത ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തലക്ക് ഒരു നെറ്റ് ടൈറ്റ് ചെയ്യാനുള്ള ഒരു പിരി കൂടി ഉണ്ട്. അത് ഇതേമാതിരി 1.5 മീറ്റർ ദൂരത്തിൽ ഇതേപോലെ എല്ലാ ഹോളിലും ഈ കമ്പികൾ ആ ഗ്രിപ്പോട് കൂടെ ഇങ്ങനെ തള്ളി വയ്ക്കും. അതിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കണ്ട, എല്ലാ ഹോളിലും അതേമാതിരി തള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പൈപ്പ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ചെറിയ പൈപ്പ് ചെറുതായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മഴ പെയ്താൽ മുകളിൽ റോഡിലൂടെ ഇപ്പോൾ ടാറിങ് ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം നമുക്കറിയാം പുറത്തേക്ക് വരാനൊരു വഴി ഉണ്ടാവില്ല. ഈ ഫുള്ള് സിമെൻറ്റിൽ അടച്ചു കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കാനും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിൽ പെയ്യുന്ന വെള്ളം ചെറുതായിട്ട് ഇറങ്ങി ഈ പൈപ്പിലൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഈ തലക്കുന്ന തലവരെ അതെവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇതേമാതിരി പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. കൂടുതൽ ഉയരമുണ്ടെങ്കിൽ 2 വരി 3 വരിയൊക്കെ ഉണ്ടാവും. ആ കമ്പി ഇട്ടതിന് ശേഷം ഇതുമാതിരി ഒരു മെഷീനിൽ സിമൻറ്റ് ഇട്ടിട്ടൊരു മിശ്രിതമാക്കുകയാണ് കേട്ടോ. അതായത് വളരെ ലൂസായിട്ടുള്ളൊരു മിശ്രിതം തന്നെയാണ്. സിമൻറ്റും അതിൻ്റെ കൂടെ എന്തോ കെമിക്കൽ കൂടി ചേർക്കുന്നുണ്ടാവും. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പേരൊന്നും അറിയില്ല. അപ്പോൾ സിമൻറ്റ് ശരിക്ക് നല്ല ലൂസായിട്ട് ഒരു മെഷീനിലിട്ട് അത് ഒരു മോട്ടർ മുഖാന്തരം പിന്നെ ഈ ഹോളുകളിലേക്ക് പമ്പ് ചെയ്യാണ്. ആ പമ്പ് ചെയ്യണ കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു വെള്ളമാണ്, ശരിക്കും നല്ല ലായനിയാണ്, സിമൻറ്റ് ലായനി എന്ന് തന്നെ പറയാം. ഈ എല്ലാ ഹോളുകളിലേക്കും അതിങ്ങനെ അടിച്ചു വിടുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിട്ട ആ ഗ്രിപ്പിനകത്തൊക്കെ ഈ സാധനം പോയിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി ഉള്ളിലിങ്ങനെ, നമുക്കറിയാമല്ലോ, വലിയൊരു ഗത മാതിരിയാവും. അപ്പോൾ നല്ലൊരു പിടുത്താവും. ആ അറ്റത്ത് ഒരെണ്ണമുണ്ട്, നടുകിലൊരെണ്ണമുണ്ട്, പിന്നെ ഒരു 8 മീറ്ററൊക്കെ താഴ്ചയിൽ പോകുന്നതിന് 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആ 3 ഗത മാതിരി ആവുമ്പോൾ തന്നെ മണ്ണിൻ്റെ ഉള്ളിൽ നല്ല പിടുത്താവും, നല്ല ഗ്രിപ്പാവും. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഉള്ളിലേക്ക് പോയ കമ്പിയുടെ മുകളിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഈ പ്ലേറ്റ് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് വീതിയുള്ള വലിപ്പമുള്ളതാണ്. അപ്പോൾ ഈ നെറ്റിനെ പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. കണ്ടോ, ഇതിന് 4 കമ്പി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത് എവിടേക്ക് ഇട്ടു എന്നറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. കുറേ കഴിയുമ്പോൾ കുറേ കനത്തിൽ സിമെൻറ്റും മെറ്റലും വളരെ ചെറിയ ബേബി മെറ്റലാണ് ഇതിൽ കയറുക. അതൊക്കെ കൂടി ആകുമ്പോൾ ആ കമ്പികൾ ഇങ്ങനെ തള്ളി നിൽക്കുമ്പോഴാണ് ഇത് എവിടേക്ക് ഇട്ടു എന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. ആ പ്ലേറ്റ് ടൈറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് ഇതിന് ചെറിയൊരു പിരി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഇത് ടൈറ്റ് ചെയ്യാണ്. ഈ ടൈറ്റിൻ്റെ മുകളിലാണ് ഈ മണ്ണ് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് കേട്ടോ. ഇനി ഈ നെറ്റിൻ്റെ മുകളിൽ പിന്നെ സിമൻറ്റ്, അതായത് ചെറിയ മെറ്റലും സിമൻറ്റും കൂടിയിട്ട് ഒരു മെഷീനിൽ മിശ്രിതമാക്കിയിട്ട് അടിച്ചു പിടിപ്പിക്കുക എന്നുള്ള അത് അടുത്ത് കാണാം കേട്ടോ. ഇതാണ് ആ മിശ്രിതം കേട്ടോ. വളരെ ചെറിയ ബേബി മെറ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ ചെറിയ മെറ്റലാണ്. ആ മെറ്റലും പിന്നെ സിമൻറ്റും പാറപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഇതുമാതിരി ഒരു മെഷീനിൽ ഇടുകയാണ്. ഈ മെഷീനിലിട്ടിട്ട് ഇതിനെ ഈ മെഷീൻ മിക്സാക്കിയിട്ട് പമ്പ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതാണ്. നിങ്ങൾ ആ മിശ്രിതം ഒന്നുകൂടി കണ്ടു നോക്കുക. ഒരു പിന്നെ പാറപ്പൊടി, ചെറിയ മെറ്റൽ, അതുപോലെ തന്നെ സിമൻറ്റ് എല്ലാം കൂടി ഈ മെഷീനിൽ ഇതുപോലെ ഇട്ട്
അത് വലിയതൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു പിന്നെ വലയൊക്കെ ഉണ്ട്, നെറ്റ്. ആ നെറ്റിനകത്ത് കൂടെയാണ് അത് ഇറങ്ങിപ്പോയി മെഷീനിലിട്ട് ഈ മെഷീൻ അതിനെ ഒന്നുകൂടി മിക്സ് ചെയ്ത് അത് പമ്പ് ചെയ്യുന്നത് കേട്ടോ. അത് പമ്പ് ചെയ്ത് പിന്നെ ഈ ഭിത്തിയിൽ, ഇപ്പോൾ ഈ നെറ്റ് നമ്മൾ കണ്ടല്ലോ, ഈ ഭിത്തിയിൽ അടിച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിപ്പോൾ ആ മെഷീന് ചെറുതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഹോൾ അടഞ്ഞിട്ടുണ്ടാകും, അത് ശരിയാക്കായിരുന്നു. ഇതാണ് കണ്ടോ, ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പോൾ ഈ നടക്കുന്നത്. നമ്മൾ ഈ നെറ്റിൻ്റെ മുകളിൽ ഈ സാധനം ഇങ്ങനെ അടിച്ചത് എല്ലാം പിടിപ്പിക്കുക. ഇതൊരു ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് അതിങ്ങനെ പിടിക്കും കേട്ടോ. അങ്ങനെ അടിച്ച് പിടിപ്പിച്ചിട്ട് അവസാനം നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ കാണുമ്പോൾ ഈ കമ്പിയുടെ ചെറിയ 4 കമ്പി ഇങ്ങനെ നിൽക്കുന്നതാണ്, ഒരു മുന മാതിരി. അപ്പോൾ ഇത് ഇങ്ങനെ ഈ നെറ്റിൽ അടിക്കുമ്പോൾ തന്നെ ഈ നെറ്റും അത് നല്ലോണം പിടിക്കും കേട്ടോ. ഈ നെറ്റ് നമുക്ക് പിന്നെ കണ്ടാൽ തോന്നും ഒരുപാട് വണ്ണമുള്ള കമ്പിയായിട്ടുള്ള നെറ്റാണോ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഇതിൽ പല സാധനങ്ങളും ഒരു സിമെൻറ്റിൻ്റെ പുറമെ കൂട്ടുണ്ട് കേട്ടോ, ഈ മണ്ണിൽ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അറിയാം ഈ മണ്ണ് ഉതിർന്ന് ചാടാതിരിക്കാനും അതേപോലെ തന്നെ മണ്ണ് എൻ്റെ മുകളിൽ നല്ല പിടുത്തം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പല കെമിക്കലുകളൊന്ന് ലഭ്യമാണ്. അപ്പോൾ ആ കെമിക്കലൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ടാവും, അതൊക്കെ കൂടിയാണ് അടിച്ചു പിടിപ്പിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ ഈ കമ്പി ഒരു 6 മീറ്ററോളം ഉള്ളിലേക്ക് പോയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുകളിലൂടെ സ്ഥിരമായിട്ട്, അതായത് സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് അത് ഉണ്ടാകുക, അതിന് മുകളിലൂടെ സ്ഥിരമായിട്ട് വാഹനം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അത് ഒരിക്കലും അങ്ങനെ ജാമായിക്കൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാതെ അതിന് വേറെ ഒന്നും വരില്ല. കണ്ടോ ബസ്സൊക്കെ പോകുന്നു. അപ്പോൾ അതേമാതിരി അതിങ്ങനെ എപ്പോഴും ജാമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഈ മിശ്രിതമൊക്കെ ഇങ്ങനെ ചെല്ലില്ലേ, പിന്നെ അതിനകത്ത് കാര്യമായിട്ട് വെള്ളം ഇറങ്ങില്ല. കാരണം നമുക്കറിയാം ആ റോഡ് ആണ് അവിടെ, പിന്നെ അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡ്രെയിനേജാണ്. ആ ഡ്രെയിനേജിൽ നിന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും വെള്ളം വരില്ല. അഥവാ വരികയാണെങ്കിൽ തന്നെ വളരെ നൈസായിട്ട് വെള്ളം, അതിനാണ് ഇവർ ഈ പൈപ്പ് ഇട്ടിരുന്നത്. അപ്പോൾ ആ പൈപ്പ് കൂടെ അത് പോരും ചെയ്യും. പിന്നെ അവസാനമായിട്ട് ഇതേമാതിരി ഇതേ ഒരു കോലത്തിൽ ആയിരിക്കും കാണുക. അതാണ് നമ്മളുടെ ഹൈവേയുടെ സൈഡുകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന സാധനം കേട്ടോ. ഇത് ഒരു പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തതല്ല, പല പ്രാവശ്യം നടന്നിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഹൈവേയുടെ വർക്ക് ഓരോ തന്നെ വർക്കായതുകൊണ്ട് കിട്ടിയതാട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല.